വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന അടിപൊളി 2 ടിപ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് അതിന്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കത്തി ചൂടാക്കിയതിന് ശേഷമാണ് ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷേപ്പിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ മൂടി അടപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു പപ്പടം കുത്തി ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്ക് ഒരു നൂല് കടത്തി കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള നൂല് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇനി ഈ സ്ക്രബ്ബർ ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. നല്ല ഫിറ്റായിട്ട് കയറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അടപ്പിലുള്ള ഹോളിൽ കൂടെ നമുക്ക് ഈ നൂലൊന്ന് പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. സ്ക്രബ്ബർ ഊരിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അടുപ്പിൽ നിന്ന് ഒരു 2-3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകൾ ഭാഗത്തൊരു കെട്ടിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം നൂലെടുക്കുമ്പോൾ 2ആക്കി എടുത്താൽ മാത്രമേ ഇതേപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. നമുക്ക് സ്ക്രബ്ബർ കൈയെടുക്കാതെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. ചില സമയത്ത് നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മുടെ കൈക്കൊക്കെ മുറിവൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ ഇതുപോലെ തന്നെ ഹാങ് ചെയ്തിടാൻ പറ്റും. അതിനകത്തുള്ള വെള്ളമൊക്കെ താഴത്തേക്ക് പോകാൻ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ ഇത് യൂസ്ഫുള്ളാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ ഗുഡ് നൈറ്റ് ഓൾ ഔട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനകത്ത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അതിൻ്റെ മരുന്നുണ്ടാകും. നമ്മളത് തീർന്നു കഴിയുമ്പോൾ പുതിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കളയരുത്. അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഇവിടെ 2-3 അത്തർ എടുത്തിട്ടുണ്ട്. സ്പ്രേയോ അത്തറോ എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2-3 തുള്ളി അത്തർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കുപ്പിയിലേക്ക് നമുക്ക് ഈ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിനകത്തൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഫണൽ പോലത്തെ സംഭവം നമുക്ക് ഇതിനകത്തൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ മെഷീനിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ഓണാക്കി നോക്കാം. മെഷീനിൽ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലഗ് കുത്തി ഒന്ന് ഓണാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു അത്തറിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. പല പല ഫ്ലേവറിലുള്ള അത്തറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം മാറി മാറി ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീടൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതൊന്ന് ഓണാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫുള്ളായിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും. നമുക്ക് വേറെ റൂം ഫ്രഷ്നർ ഒന്നും അടിക്കുകയൊന്നും വേണ്ട. ഇതൊന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫണൽ മാറ്റിയിട്ട് വേറൊരു ഫണൽ യൂസ് ചെയ്തിട്ട് കത്തിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കിതൊന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. പ്രത്യേകിച്ച് റൂം ഫ്രഷ്നർ ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 2 ടിപ്പുകളിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.